മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം മുഖപത്രമായ യോഗനാഥം എഡിറ്റോറിയലാണ് രൂക്ഷ വിമർശനം വന്നത്. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അധികാരം ഉറപ്പിച്ചതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്ന് വെള്ളാപ്പള്ളി ലേഖനത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. ലീഗിന്റെ മതേതര നിലപാടിനെ എതിർക്കുന്നവരെ മുസ്ലിം വിരുദ്ധരാക്കുകയാണെന്നും മുസ്ലിം ലീഗിന്റെ വർഗീയതയെ എതിർത്തതിന് തന്നെ തെരുവിൽ അധിക്ഷേപിച്ചുവെന്നും ലേഖനത്തിൽ പറയുന്നു. UDF അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരണം തുടങ്ങിയോ? അധികാര ലഹരിയിൽ ലീഗ് വർഗീയ വിഷം ചീറ്റുകയാണോ? വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ശരിക്കും തീ പടർത്തിയിരിക്കുകയാണ്. ലീഗിനെതിരെ ഇതുവരെ ഇല്ലാത്ത വിധം രൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചിരിക്കുന്നത്. അധികാര കസേരകൾ ഉറപ്പിച്ചതോടെ മുസ്ലിം ലീഗ് അപകടകരമായ നിലപാടുകളിലേക്ക് മാറിയെന്ന് വെള്ളാപ്പള്ളി ആരോപിക്കുന്നു. SNDP യോഗത്തെയും തന്നെയും തീർത്ത് കളയുമെന്ന തരത്തിലാണ് യൂത്ത് ലീഗുകാരുടെ പ്രകടനങ്ങൾ. മതവെറിയും കൊലവിളിയും കൊണ്ട് കേരളത്തെ ഭീതിയിലാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് അദ്ദേഹം തുറന്നടിച്ചു. കോലം കത്തിച്ചാലോ വെല്ലുവിളിച്ചാലോ താൻ പേടിച്ചു പോകുമെന്ന് ആരും കരുതേണ്ട. അങ്ങനെയുള്ള ആശകളൊക്കെ വെറുതെയാണ്. ഇതിലും വലിയ പെരുന്നാളിന് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്നും അദ്ദേഹം കുറിച്ചു. മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനെതിരെ സ്വന്തം മുന്നണിയിലെ ലീഗുകാർ നടത്തിയ അധിക്ഷേപങ്ങളെ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു. ജയിച്ചതിന് പിന്നാലെ കുഴൽനാടൻ നിശ്ചയിച്ച സ്നേഹവിരുന്ന് പോലും നടത്താൻ സമ്മതിക്കാത്ത അവസ്ഥയാണ് മൂവാറ്റുപുഴയിൽ ഉണ്ടായതെന്ന് അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിലെ നിയമങ്ങൾ ലീഗ് പറയുമെന്നും കേരള മണ്ണ് ലീഗ് ഭരിക്കുമെന്നുമുള്ള വെല്ലുവിളികളും വിഷം ചീറ്റുന്ന മുദ്രാവാക്യങ്ങളും പച്ചത്തെറി വിളിച്ചുള്ള പ്രകടനങ്ങളുമാണ് അരങ്ങേറുന്നത്. ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്ന യൂത്തുകാരെ സസ്പെൻഡ് ചെയ്തുവെന്ന് ലീഗ് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ലഹരിയിൽ കേരളത്തിലും പുറത്തും ഇത്തരം അസഭ്യ പ്രകടനങ്ങൾ തുടരുകയാണെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു. 9.5 വർഷത്തെ നഷ്ടങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വീണ്ടെടുക്കുമെന്ന് പ്രസംഗിച്ച KM ഷാജിയെ പോലെ വർഗീയ വിഷം ചീറ്റുന്നവരെ മന്ത്രിയാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. NSS യോഗത്തിൻ്റെ സെക്രട്ടറി G സുകുമാരൻ നായരും താനുമാണ് ഇപ്പോൾ ലീഗിൻ്റെ പ്രധാന ശത്രുക്കളെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇന്ത്യയെ മതപരമായി വിഭജിക്കാൻ നിന്ന അഖിലേന്ത്യാ ലീഗിൻ്റെ അവശിഷ്ടമാണ് കേരളത്തിലെ ലീഗെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഹിന്ദുക്കളെ കൊന്നു തള്ളിയ മലബാർ കലാപത്തിൻ്റെ നാട്ടിലാണ് ലീഗ് വളർന്നത്. പുതിയ പ്രകടനങ്ങൾ കാണുമ്പോൾ പുതിയ മാറാടുകളും മലബാർ കലാപങ്ങളും സൃഷ്ടിക്കപ്പെടുമോ എന്ന് താൻ ഭയക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം സമുദായത്തിനെതിരെയല്ല, ലീഗിൻ്റെ വർഗീയതയ്ക്കെതിരെയാണ് തൻ്റെ പോരാട്ടമെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി. കോലം കത്തിച്ചാലോ വെല്ലുവിളിച്ചാലോ താൻ പേടിച്ചു പോകുമെന്ന് ആരും കരുതേണ്ട. സമുദായത്തെ തകർക്കാൻ വരുന്ന ഏത് കൊലകൊമ്പനെയും നേരിടാനുള്ള ശക്തി ഇന്ന് SNDP യോഗത്തിനുണ്ടെന്ന് അദ്ദേഹം താക്കീത് നൽകി. വെള്ളാപ്പള്ളിയുടെ ഈ ശക്തമായ പ്രതികരണം കേരള രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷ സമൂഹത്തിൽ വലിയ ചലനമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, പുതുതായി അധികാരം വെക്കുന്ന UDF സർക്കാരിന് ഇതൊക്കെ തീരെ തലവേദനയുമാണ്. ലീഗിൻ്റെ ഭരണത്തിലും മുന്നണിയിലുമുള്ള ഇടപെടൽ ഏകപക്ഷീയമായി അനുവദിച്ചു കൊടുക്കരുതെന്ന വാദം കോൺഗ്രസിൽ ഇനി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ ലീഗ് എങ്ങനെ നേരിടുമെന്ന് അനുസരിച്ചിരിക്കും ഇനിയുള്ള ഭരണത്തിൻ്റെ പോക്ക്. ലീഗിനോട് വളരെ അടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണമായിരിക്കും ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.